ആലപ്പുഴ നൂറിനാട് പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ ഭൂമി തിരിച്ചെടുത്ത സർക്കാർ നടപടിക്കെതിരെ CPI രംഗത്ത് വന്നു. നടപടി രാഷ്ട്രീയ വിവേചനമാണ്. പി കൃഷ്ണപിള്ള എന്ന പേരാണോ പ്രശ്നമെന്നും CPI നേതാവ് പി പ്രസാദ് ചോദിക്കുന്നു. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് നൽകുമെന്നും പി പ്രസാദ് 24 പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അത്തരൊരു പെരുമാറ്റം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതാവ് എന്നത് മാത്രമായി കണ്ടിട്ടാണോ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പി കൃഷ്ണയുടെ പേര് കേട്ടതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഓരോ ജില്ലകളിലും ഇത്തരത്തിൽ ഓരോ പേരുകളാണ് കൊടുത്തിരുന്നതെല്ലാം. അപ്പോൾ ഒരു പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ അസ്വസ്ഥരാവാൻ പാടില്ല. കേരളം അവിടേക്ക് എത്തുന്ന തരത്തിൽ അത് വരിക, കേരളത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും ചെല്ലാൻ കഴിയുന്ന ഒരേറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുക. അത് ഇന്നും നമുക്കൊരു സ്വപ്നം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനിച്ചു. അത് നടപ്പിലാവാതെ പോകുന്നത് അങ്ങേറ്റം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, പി കൃഷ്ണപിള്ളയുടെ പേരാണോ പ്രശ്നമെന്ന ചോദ്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2023 നൂറിനാട് ലെപ്രസി സാനറ്റോറിയത്തിലെ 5 ഏക്കർ ഭൂമി സാംസ്കാരിക വകുപ്പിന് വിട്ടു നൽകിയത്. അത് പി കൃഷ്ണപിള്ളയുടെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രത്തിനും സ്മാരകത്തിനുമായിരുന്നു. പിന്നീട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് ചേർന്ന ഒരു തീരുമാനത്തിലാണ് ആ 5 ഏക്കർ ഭൂമി സർക്കാർ തിരികെ ഏറ്റെടുക്കാനും അതിൽ നിന്ന് 1.25 ഏക്കർ ഭൂമി ITBP നിലവിൽ നൂറിനാട് സ്ഥിതി ചെയ്യുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് നൽകാനുമുള്ള തീരുമാനം ഔദ്യോഗിക ഉത്തരവായി പുറത്തു വന്നത്. ITBPയുടെ സ്ഥലത്ത് 1.25 ഏക്കറിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാർ പദ്ധതി. അത് ITBPയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യ കേന്ദ്രീയ വിദ്യാലയമായി മാറുന്ന ഒരു പദ്ധതി കൂടിയായി അത് മാറും. പക്ഷേ അതിന്റെ പേരിൽ ഈ പി കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തെയാണ് നിലവിൽ CPI അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ എതിർക്കുന്നത്. ആ പദ്ധതി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കേരളത്തിലെ കലാകാരന്മാർക്ക് വലിയ ആശ്വാസമാകുന്ന, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു സാംസ്കാരിക കേന്ദ്രമായി മാറും എന്നുള്ളതാണ് CPIയുടെ നിലപാട്. നിലവിലെ നടപടിക്കെതിരെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം നേരിട്ട് പരാതി നൽകാനും എടുത്ത തീരുമാനം പിൻവലിക്കണമെന്നും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെടാനുമാണ് CPIയുടെ നിലവിലെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.